നമസ്കാരം. നാറ്റോ സഖ്യകക്ഷികളെ കടന്നാക്രമിച്ചും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ പരിഹസിച്ചും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. വൈറ്റ് ഹൌസിൽ നടന്ന ഈസ്റ്റർ വിരുന്നിനിടെയായിരുന്നു മാക്രോണിന്റെ ദാമ്പത്യ ജീവിതത്തെയും ഫ്രഞ്ച് സൈന്യത്തിന്റെ മെല്ലെപ്പോക്കിനെയും ട്രംപ് പരസ്യമായി പരിഹസിച്ചത്. കഴിഞ്ഞ വർഷം മാക്രോണിന്റെ ഭാര്യ ബ്രിജിറ്റ് അദ്ദേഹത്തിന്റെ മുഖത്തടിക്കുന്ന രീതിയിലുള്ള വീഡിയോ വൈറലായതിനെ പരാമർശിച്ചായിരുന്നു ട്രംപിന്റെ പരിഹാസം. മാക്രോണിനെ സ്വന്തം ഭാര്യ മോശമായാണ് പരിഗണിക്കുന്നതെന്നും താടിയലിന് കിട്ടിയ ആ അടിയിൽ നിന്നും അദ്ദേഹം ഇനിയും മുക്തരായിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. മിഡിൽ ഈസ്റ്റിലെ സംഘർഷാവസ്ഥയിൽ നാറ്റോ സഖ്യകക്ഷികൾ അമേരിക്കയെ സഹായിക്കുന്നില്ലെന്ന അമർഷമാണ് ട്രംപിന്റെ ഈ വ്യക്തിപരമായ അധിക്ഷേപത്തിന് പിന്നിലുള്ളത്. പേർഷ്യൻ ഗൾഫിലേക്ക് യുദ്ധക്കപ്പലുകൾ അയക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ യുദ്ധം ജയിച്ചതിന് ശേഷം മാത്രം സഹായം എത്തിക്കാമെന്ന നിലപാടാണ് ഫ്രാൻസ് സ്വീകരിച്ചതെന്നും ട്രംപ് ആരോപിച്ചു. ഒരു ഫ്രഞ്ച് ഉച്ചാരണം അനുകരിച്ചുകൊണ്ട് മാക്രോണിന്റെ മറുപടിയെ പരിഹസിച്ച ട്രംപ് യുദ്ധം ജയിച്ചു കഴിഞ്ഞിട്ട് ഫ്രഞ്ച് സഹായം കൊണ്ട് അമേരിക്കയ്ക്ക് ഒരു കാര്യവുമില്ലെന്നും തുറന്നടിച്ചു. നാറ്റോ സഖ്യത്തെ ഒരു കടലാസ് കടുവയെന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഒരു വലിയ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നാറ്റോ രാജ്യങ്ങൾ ഒപ്പമുണ്ടാകില്ലെന്ന് തനിക്ക് ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അമേരിക്ക പ്രതിരോധ സന്ധിയിൽ നിന്നും പിൻവലിക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകി. ഇറാനെതിരെയുള്ള സൈനിക നീക്കം ശക്തമായി തുടരുമെന്നും അവരെ ശിലായുഗത്തിലേക്ക് ബോംബിട്ട് തകർക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷ ഉറപ്പാക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറാകണമെന്നും ലോകത്തിനാവശ്യമായ എണ്ണ ഒഴുകുന്ന ഈ വഴി സംരക്ഷിക്കാൻ അവർക്ക് ബാധ്യതയുണ്ടെന്നും ട്രംപ് ഓർമ്മിപ്പിച്ചു. യൂറോപ്യൻ രാജ്യങ്ങൾ ധൈര്യം സംഭരിച്ച് ഈ ദൗത്യം ഏറ്റെടുക്കണമെന്നും അമേരിക്ക എപ്പോഴും സഹായിക്കാൻ നിൽക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ട്രംപിന്റെ നിലപാടിനെ പിന്തുണച്ചു. ഇറാൻ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ നാറ്റോയുമായുള്ള ബന്ധം പുനഃപരിശോധിക്കുമെന്നും റൂബിയോ വ്യക്തമാക്കി. ഫ്രാൻസിനെ മാത്രമല്ല ബ്രിട്ടനെയും ട്രംപ് വെറുതെ വിട്ടില്ല. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറെ വിൻസ്റ്റൺ ചർച്ചിലുമായി താരതമ്യം ചെയ്യാൻ പോലും കഴിയില്ലെന്നും ബ്രിട്ടന്റെ വിമാനവാഹിനി കപ്പലുകൾ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണെന്നും ട്രംപ് പരിഹസിച്ചിരുന്നു. ഇറാൻ യുദ്ധം മൂലം ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ എണ്ണ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. എണ്ണയ്ക്ക് ബാരലിന് വലിയ രീതിയിലുള്ള വിലക്കയറ്റമാണ് സംഭവിക്കുന്നത്. ഇത് ആഗോള സാമ്പത്തിക മാന്ദ്യത്തിന് കാരണമാകുമെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ സഹായിക്കാത്ത പക്ഷം യുക്രൈൻ നൽകുന്ന ആയുധ സഹായം നിർത്തലാക്കുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയതായ റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് നാറ്റോ സെക്രട്ടറി ജനറൽ മാർക്ക് രുറ്റയുടെ ഇടപെടലോടെ ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഗൾഫിലെ സുരക്ഷയ്ക്കായി സഹകരിക്കാമെന്നും സമ്മതിച്ചു. ഇറാനെതിരെയുള്ള നടപടി ഇറാഖിലെയോ വിയറ്റ്നാമിലെയോ പോലെ നീണ്ടു നിൽക്കുന്ന ഒന്നാകില്ലെന്ന് ട്രംപ് അമേരിക്കൻ ജനതയ്ക്ക് ഉറപ്പ് നൽകി. വരും ആഴ്ചകളിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും അവരിനി മിഡിൽ ഈസ്റ്റിലെ ഗുണ്ടകളായി വാടില്ലെന്നും ട്രംപ് പ്രഖ്യാപിച്ചു. 32 ദിവസത്തെ സൈനിക നീക്കം കൊണ്ട് ഇറാൻ എന്ന രാജ്യം ഏതാണ്ട് തകർക്കപ്പെട്ടതായും ഇനി അവരുടെ ഭീഷണിയല്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. മാക്രോണിന്റെ ഭാര്യയുമായുള്ള തർക്കത്തെക്കുറിച്ചുള്ള വീഡിയോ പുറത്തു വന്നപ്പോൾ ആ ദമ്പതികൾക്കിടയിലെ വെറുമൊരു പിണക്കം മാത്രമാണെന്നാണ് ഫ്രഞ്ച് അധികൃതർ അന്ന് വിശദീകരിച്ചിരുന്നത്. വിയറ്റ്നാം സന്ദർശനത്തിനിടെ വിമാനത്തിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപ് ഇരുവരും തമാശയായി ചെയ്തതാണെന്ന് എലിസി കൊട്ടാരം ന്യായീകരിച്ചിരുന്നെങ്കിലും ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ഈ സംഭവം ആയുധമാക്കിയാണ് ട്രംപ് ഇപ്പോൾ നയതന്ത്ര ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. ഇറാനെതിരെയുള്ള യുദ്ധത്തിൽ സഖ്യകക്ഷികളുടെ പിന്തുണ ഉറപ്പാക്കാൻ ട്രംപ് ഉപയോഗിക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്.